Welcome to CUET Tutorium, Kerala's #1 CUET coaching institution for humanities and commerce. സോ നമ്മൾ ഇന്ന് നോക്കുന്നത് BA എക്കണോമിക്സിലേക്കുള്ള സിലബസ് ബ്രേക്ക് ഡൗണും അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് BA എക്കണോമിക്സിന് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതുമാണ്. ഇതിൽ കൊമേഴ്സ് പഠിച്ച കുട്ടികളാണെങ്കിലും ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികളാണെങ്കിലും പൊതുവെ കോമൺ ആയിട്ടുള്ള ഒരു കോർ സബ്ജക്റ്റാണ് എക്കണോമിക്സ് എന്നുള്ളത്. അതായത് കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും ഒരുപോലെ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു സബ്ജക്റ്റാണ് എക്കണോമിക്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റി സിസ്റ്റം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിപ്പാർട്ട്മെൻ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് കൂടിയാണ് എക്കണോമിക്സ്. ചില യൂണിവേഴ്സിറ്റികളിൽ ജസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനപ്പുറത്തേക്ക് എക്കണോമിക്സിന് വേണ്ടി തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കൂളുകൾ തന്നെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാകും. ഉദാഹരണത്തിന് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുടെ അകത്ത് നമുക്ക് സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഉണ്ട്. നിങ്ങൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് 2 എക്കണോമിക്സ് വരുന്നുണ്ട്. ഒന്ന് ഇൻ്റർനാഷണൽ എക്കണോമിക്സ് ഫോക്കസ് ചെയ്യുന്ന എക്കണോമിക്സും വരുന്നുണ്ട്, ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് ഫോക്കസ് ചെയ്യുന്ന എക്കണോമിക്സും വരുന്നുണ്ട്. ഇനി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 2 എക്കണോമിക്സ് കാണാൻ പറ്റും. ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ എക്കണോമിക്സും ഒരു സൈഡിലുണ്ടാവും, നോർമൽ എക്കണോമിക്സ് ഒരു സൈഡിലുണ്ട്. അതായത് മറ്റേത് സബ്ജക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തും ഏറ്റവും കൂടുതൽ സീറ്റുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള ഏറ്റവും കൂടുതൽ അഡ്മിഷൻ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് എക്കണോമിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത്, എങ്ങനെയാണ് നമുക്ക് CUETക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് പ്രധാനമായിട്ടും 3 ഏരിയാസാണ് നമുക്ക് ഈ ഒരു CUET എക്സാമിലുള്ളത്. ഒന്ന് മൈക്രോ ഇക്കണോമിക്സ്, നിങ്ങൾ +2 ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. മാക്രോ ഇക്കണോമിക്സും +2 പഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഇക്കോണമി നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം ഹയർ സെക്കൻഡറി സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 4ാമതൊരു ഓപ്ഷനും കൂടി ഉണ്ട് അല്ലേ, സ്റ്റാറ്റിസ്റ്റിക്സ്. പൊതുവേ നമുക്ക് ഹയർ സെക്കൻഡറിയിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ +1 ഒക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലൊരു പ്രശ്നം തോന്നുന്ന സബ്ജക്റ്റ് ആയിരിക്കും സ്റ്റാറ്റിസ്റ്റിക്സ്. പക്ഷേ നമുക്ക് CUETയുടെ എക്കണോമിക്സിൻ്റെ സിലബസിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നില്ല. നമുക്ക് കംപ്ലീറ്റ്ലി ഉള്ളത് നിങ്ങൾ +1 +2 പഠിച്ചിട്ടുള്ള മൈക്രോ ഇക്കണോമിക്സിൻ്റെ ഒരു പോർഷൻ, മാക്രോ ഇക്കണോമിക്സിൻ്റെ ഒരു പോർഷൻ, ഇന്ത്യൻ ഇക്കോണമിയുടെ ഒരു പോർഷൻ, ഇതേ നമുക്ക് വരുന്നുള്ളൂ. നമുക്ക് പ്രോബ്ലംസ് വരുന്ന ഏരിയ ചെറിയൊരു ഏരിയയാണ്, അത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാൽക്കുലേഷനിലാണ്. നമ്മൾ സിലബസ് പറയുമ്പോൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് മൈക്രോ ഇക്കണോമിക്സ് ഉണ്ട്, മാക്രോ ഇക്കണോമിക്സ് ഉണ്ട്, ഇന്ത്യൻ ഇക്കോണമി ഉണ്ട്. മൈക്രോ ഇക്കണോമിക്സിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത് ഒന്ന് മൈക്രോ ഇക്കണോമിക്സിൻ്റെ ബേസിക് കോൺസെപ്റ്റ്. നോർമലി നമുക്കറിയാലേ മൈക്രോ ഇക്കണോമിക്സ് എന്താണ്, മാക്രോ ഇക്കണോമിക്സ് എന്താണ്. ആ ഒരു ഡിഫറൻസിയേഷനാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ CUET സിലബസിൽ നമുക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റുക. രണ്ടാമത്തത് എന്താണ് മൈക്രോ ഇക്കണോമിക്സ്. നമ്മൾ മൈക്രോ മാക്രോ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത ശേഷം മൈക്രോ ഇക്കണോമിക്സിലേക്ക് മാത്രം എന്ത് ചെയ്യും, ഒന്ന് സീരിയസ് ആയിട്ട് ഒന്ന് ഡെൽവ് ചെയ്തിട്ട് ഒന്ന് അകത്തേക്ക് കയറിപ്പോകും. അതിൽ നമുക്ക് ഫസ്റ്റ് വരുന്ന ഏരിയയാണ് സെൻട്രൽ പ്രോബ്ലംസ്. നമുക്കറിയാം വി ഹാവ് 3 സെൻട്രൽ പ്രോബ്ലംസ് അല്ലേ. നമ്മുടെ റിസോഴ്സസ് എന്താണ്, വളരെ ലിമിറ്റഡ് ആണ്. ഈ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് കാരണം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, കുറച്ച് സെൻട്രൽ പ്രോബ്ലംസ് അറൈസ് ചെയ്യുന്നുണ്ട് അല്ലേ. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. അപ്പോൾ ഈ ഒരു സെൻട്രൽ പ്രോബ്ലംസ് എന്താണ്, ഈ സെൻട്രൽ പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യും, ഒരു കേസിലേക്ക് പോകും. അതെന്താണ്, PPC, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അപ്പോൾ സെൻട്രൽ പ്രോബ്ലംസ് എന്താണ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് നോക്കിയാൽ നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർ സൈഡാണ് ഈ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലൊക്കെ നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം വി ഹാവ് 2 സൈഡ്. ഒരു സാധനം വിൽക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നടത്തപ്പെടുന്നു, ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി നടത്തപ്പെടുന്നു പറയുമ്പോൾ നമുക്ക് 2 സൈഡ് ഉണ്ടാവും അല്ലേ. ഒന്നെന്താണ്, സാധനങ്ങൾ സെല്ല് ചെയ്യുന്ന പ്രൊഡ്യൂസറുടെ സൈഡ്. രണ്ടെന്താണ്, സാധനങ്ങൾ വാങ്ങുന്ന കൺസ്യൂമറുടെ സൈഡ്. പ്രൊഡ്യൂസറുടെ സൈഡിൽ നമ്മൾ എന്താ പറയുക, സപ്ലൈ എന്ന് പറയില്ലേ, കൺസ്യൂമറുടെ സൈഡിലോ ഡിമാൻഡ് എന്ന് പറയും. അപ്പോൾ നമ്മൾ സെൻട്രൽ പ്രോബ്ലംസിൻ്റെ ഭാഗമായിട്ട് പഠിച്ച PPC, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എവിടെയാണ്, പ്രൊഡ്യൂസറുടെ സൈഡാണ്. PPC അത് നമ്മൾ എന്ത് ചെയ്യും, സെൻട്രൽ പ്രോബ്ലത്തിൽ കവർ ചെയ്യും. ഇനി വരുന്നതാണ് എന്ത്, കൺസ്യൂമർ ഡിമാൻഡ് ആയിട്ടുള്ള കൺസ്യൂമർ സൈഡ്. അതായത് ഡിമാൻഡ് സൈഡും കൺസ്യൂമർ സൈഡും, കൺസ്യൂമർ ബിഹേവിയർ എന്താണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് പഠിക്കാനുണ്ടാവും, ഇൻഡിഫറൻസ് കർവ് പഠിക്കാനുണ്ടാവും, ഡിമാൻഡ് തിയറീസ് പഠിക്കാനുണ്ടാവും. ഇതൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ പഠിക്കാനുണ്ടാവും. അത് കഴിഞ്ഞാലാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് നമ്മൾ പോകുക. നമ്മൾ പറഞ്ഞു നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഇവിടെ ഇല്ല. സ്റ്റാറ്റിസ്റ്റിക്സിന് പകരം നമ്മുടെ CUET എക്സാമിന് ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. എങ്ങനെയാണ് നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക, നമുക്ക് എന്താ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് നമ്മൾ പലപ്പോഴും തറവാക്കി പഠിച്ചിട്ടുണ്ടാവില്ലേ. ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ആണ്. നമ്മൾ തൊട്ട് മുമ്പുള്ള ഡിമാൻഡ് തിയറിയിൽ എന്ത് പറയും, നമുക്കറിയാം പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് എന്താ സംഭവിക്കുക, ഡിമാൻഡ് കുറയും.
അപ്പോൾ നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് തിയറിയിൽ അല്ലെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് തിയറീസിൽ നമ്മൾ പഠിക്കുക 10 രൂപ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിമാൻഡിൽ എത്ര കുറവ് വരും, അല്ലെങ്കിൽ 10 രൂപ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 20 രൂപ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യണം അല്ലേ, ആ ഇൻക്രിമെൻ്റ് എത്രയായിരിക്കും. ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഏരിയാസിൽ നമ്മൾ കവർ ചെയ്യുന്നത്. രണ്ടാമത്താണ് ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് മൈക്രോ എക്കണോമിക്സിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന പോർഷനാണ് എന്ത്, മാർക്കറ്റ് ഡിമാൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിമാൻഡ് എന്താണ്, ഈ ഡിമാൻഡ് ഏതാണ്, അത് ഇൻഡിവിജ്വൽ ഡിമാൻഡാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിമാൻഡിൽ നിന്ന് നമ്മൾ മാർക്കറ്റ് ഡിമാൻഡിലേക്ക് പോകുമ്പോൾ വരുന്ന ചേഞ്ചസ് എന്താണ്, മാർക്കറ്റ് ഡിമാൻഡ് കേർവിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, മാർക്കറ്റ് ഡിമാൻഡ് കേർവിലെ ഡിമാൻഡ് കേർവിൻ്റെ ഷിഫ്റ്റ്സ്, മൂവ്മെൻറ്റ്സ്, കൺസ്യൂമറുടെ ചേഞ്ചസ് എങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെ ഒരു ഏരിയയാണ് നമുക്ക് മൈക്രോ എക്കണോമിക്സിൽ നോക്കാനുള്ളത്. അപ്പോൾ ഇതിലാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നമുക്ക് ശരിക്ക് ഈ ഒരൊറ്റ ഗ്രാഫ് ഇല്ലെങ്കിൽ നമ്മളൊരു ഡിമാൻഡ് സപ്ലൈ ഗ്രാഫ് വരക്കൂലേ, ഡിമാൻഡ് എങ്ങനെയാണ് താഴോട്ട് പോയിട്ടും സപ്ലൈ മുകളിലോട്ട് പോയിട്ടും. ഈ ഒരു ഗ്രാഫ് ഇല്ലെങ്കിൽ മൈക്രോ എക്കണോമിക്സിൽ ഒരു 75% നമുക്ക് ടോപ്പിക്ക് പഠിക്കാനുണ്ടാവില്ല. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഡിമാൻഡ് സപ്ലൈ കോൺസെപ്റ്റുകൾ, റൈറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ മൈക്രോ എക്കണോമിക്സിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് യു ഹാവ് ടു മേക്ക് ക്ലിയർ ദ കോൺസെപ്റ്റ് ഓഫ് ഡിമാൻഡ് സപ്ലൈ, എന്താണ് സപ്ലൈനെയും ഡിമാൻഡിനെയും ഡിറ്റർമിൻ ചെയ്യുന്നത്, അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇപ്പോൾ നമ്മൾ മുകളിൽ വരച്ചിട്ടുള്ളത്, റൈറ്റ്. നമുക്ക് ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്, നമ്മുടെ കൾച്ചർ, നമ്മുടെ ബിലീഫ്, ടേസ്റ്റ്, പ്രിഫറൻസസ്, ടെക്നോളജി, എൻവിയോൺമെൻറ്റ്, ക്ലൈമറ്റ്, അഡ്വർടൈസ്മെൻറ്റ്. നമ്മൾ പൊതുവെ പ്രൈസ് പറയുമെങ്കിലും ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സപ്ലൈനെയും ഡിമാൻഡിനെയും ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്, ബ്രാൻഡ് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡിറ്റർമിനൻസ്, ഡിമാൻഡിൻ്റെയും സപ്ലൈൻ്റെയും ഡിറ്റർമിനൻസ് എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, വളരെ ഡീറ്റെയിൽ ആയിട്ട് തറവാക്കി പോകണം. രണ്ടാമത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ്. അതായത് നമുക്ക് പറയുന്നത് 10 രൂപ ഒരു പ്രൊഡക്റ്റിൻ്റെ, ഒരു പെന്നിൻ്റെ പ്രൈസ്, പെന്നുണ്ട്, നമുക്ക് പെന്നിൻ്റെ പ്രൈസ് 10 രൂപ ഇൻക്രീസ് ആയി, അതിൻ്റെ ഡിമാൻഡ് 3% കുറഞ്ഞു. 10 രൂപ ഇൻക്രീസ് ചെയ്തപ്പോൾ ഡിമാൻഡ് 3% എന്ത് ചെയ്തു, കുറഞ്ഞു. സോ CUETക്ക് ചോദിക്കുന്നത് വാട്ട് ഈസ് ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓഫ് ദിസ് പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി. അല്ലെങ്കിൽ നമുക്ക് 2 പ്രൊഡക്റ്റിൻ്റെ, നമ്മൾ കോംപ്ലിമെൻ്ററി ഗുഡ്സും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും പറഞ്ഞിട്ടുണ്ടല്ലോ. കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്താണ്, നമുക്ക് പകരം യൂസ് ചെയ്യുക. കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്താണ്, നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യുന്നത് അല്ലേ, ലൈക്ക് ടീ അല്ലെങ്കിൽ ഷുഗർ, അല്ലെങ്കിൽ നമ്മൾ ബൈക്ക്, പെട്രോൾ, ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആണ്. അപ്പോൾ പെട്രോളിൻ്റെ പ്രൈസ് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞു, പെട്രോളിൻ്റെ പ്രൈസ് എന്ത് ചെയ്തു, കൂടി. അപ്പോൾ ബൈക്കിൻ്റെ ഡിമാൻഡ് എന്താ സംഭവിക്കുക, ഇതാണ് നമുക്ക് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, റൈറ്റ്. ഒരു പ്രൊഡക്റ്റിൽ വരുന്ന ചേഞ്ചസ്, ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ വരുന്ന ചേഞ്ചസ് മറ്റൊരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിൽ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാൽക്കുലേഷൻസ് നമുക്ക് എന്ത് ചെയ്യാണ്ട് ഇവിടെ ഈ ഒരു ഇലാസ്റ്റിസിറ്റി മെത്തേഡിൽ നമുക്ക് പഠിക്കാനുണ്ട്, റൈറ്റ്. അതുപോലെ തന്നെ കൺസ്യൂമർ ഇക്വിലിബ്രിയവുമായി ബന്ധപ്പെട്ട് നമ്മളറിയാം, കൺസ്യൂമർ എപ്പോഴും ഇക്വിലിബ്രിയത്തിലാവുന്നത്, അവരുടെ സപ്ലൈയും ഡിമാൻഡും ഈക്വലാവുന്ന സിറ്റുവേഷനിലാണ് ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലാവുന്നത് അല്ലേ. അപ്പോൾ അതിൽ 2 കേസ് കൊമ്മോഡിറ്റി, ഒരൊറ്റ കൊമ്മോഡിറ്റി മാത്രം ഉണ്ടാവുന്ന കേസുണ്ട്, 2 കൊമ്മോഡിറ്റി ഉണ്ടാവുന്ന കേസുണ്ട്. ഈ 2 കേസസ് നമ്മൾ എന്ത് ചെയ്യണം, തെറവാക്കിയിട്ട് ഈ ഒരു ഏരിയാസിൽ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ നിങ്ങൾ CUET ഫോക്കസ് ചെയ്തിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഇത് പഠിക്കാൻ സോഴ്സസ് എവിടെയാണ് ഉണ്ടാവുക, ഏറ്റവും പ്രൈമറി സോഴ്സസ്, അല്ലെങ്കിൽ നിങ്ങളുടെ CUET ബേസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി നിങ്ങളെ NCERT സിലബസിനെയാണ്, അല്ലെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിനെയാണ്, ഇൻട്രൊഡക്ടറി ടു മൈക്രോ എക്കണോമിക്സ്. നിങ്ങൾക്ക് ഈ പുസ്തകം, NCERTയുടെ ഒഫീഷ്യൽ പുസ്തകം അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ നാട്ടിൽ കുറേ എക്സൽ പബ്ലിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെ കുറേ പബ്ലിക്കേഷൻസിൻ്റെ പുസ്തകം അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്താണ്, SCERT സിലബസ് ആണ്, SCERT സിലബസ്. അതിൻ്റെ പ്രശ്നം, നിങ്ങൾക്കത് ഫോളോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷേ അത് NCERT സിലബസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും കൂടി സിമ്പിളാണ്. അതിലെ പല കണ്ടന്റിനെയും നമ്മൾ വളരെ ചുരുക്കിയതാണ് SCERT, ചില സിലബസൊക്കെ ഒഴിവാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ്, നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒക്കെ ആസ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ടത് NCERTയുടെ സിലബസ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്യണം. NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് നോക്കിയിട്ട് വേണം പഠിക്കാൻ. ഇനി ഒന്നും കൂടി നിങ്ങൾക്ക്
ഒന്നും കൂടി സബ്ജക്റ്റിൽ നോളജ് വരണം. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് എക്കണോമിക്സ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് മൈക്രോ എക്കണോമിക്സ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ ഒരു പക്ഷേ നിങ്ങൾ NCERT പുസ്തകം നോക്കിയാൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാങ്കിവിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ്. ഇത് N. ഗ്രിഗറി മാങ്കിവിൻ്റെ മാക്രോ എക്കണോമിക്സ് ഉണ്ടാവും, മൈക്രോ എക്കണോമിക്സ് ഉണ്ടാവും. നിങ്ങൾ മൈക്രോ എക്കണോമിക്സ് യൂസ് ചെയ്താൽ മതി. മാക്രോ എക്കണോമിക്സ് നിങ്ങൾക്ക് മാക്രോ എക്കണോമിക്സിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ, വേണ്ടാന്നല്ല. പക്ഷേ മൈക്രോ എക്കണോമിക്സ് നിങ്ങൾ NCERT ആണ് പ്രൈമറിലി ഫോക്കസ് ചെയ്യേണ്ടത്. പ്ലസ് നിങ്ങൾക്ക് സബ്ജക്റ്റിൽ ഇൻഡെപ്ത് കൂടണം എന്നുണ്ടെങ്കിൽ, എക്കണോമിക്സിൽ വലിയൊരു ഭാവിയിൽ ഒരു എക്കണോമിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ് ബൈ മാങ്കിവ് ആൾസോ. ഫ്രീലി PDF അവൈലബിൾ ആണ്. PDF ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള പോർഷൻസ്, നിങ്ങളുടെ സിലബസിലുള്ള പോർഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനി മാക്രോ എക്കണോമിക്സിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിലോ, നമുക്കറിയാം +2 എക്കണോമിക്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മാക്രോ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ ഫസ്റ്റ് ഏരിയ എന്താണ്, ഗ്രോസ് അല്ലെങ്കിൽ നാഷണൽ ഇൻകംസ് ആണ് നമുക്കുള്ളത് അല്ലേ. നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും നമ്മൾ ഡിഫറൻസ് പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യട്ടെ ഈ വിഷയങ്ങളൊക്കെ. മൈക്രോ എക്കണോമിക്സ് എന്താണ്, സ്മോൾ തിങ്സിനെ പറ്റിയിട്ടാണ്. മാക്രോ എക്കണോമിക്സോ എപ്പോഴും അഗ്രഗേറ്റ് ആണ്, ടോട്ടലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മാക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഇൻകം നമ്മളെപ്പോഴും അനലൈസ് ചെയ്യൽ എവിടെയാണ്, അത് മൈക്രോ എക്കണോമിക്സിലാണ്. പക്ഷെ ഇവിടെ നമുക്കുള്ളത് എന്താണ്, നാഷണൽ ഇൻകം, ഒരു കൺട്രിയുടെ മൊത്തം ഇൻകത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. അതിൽ ഏതൊക്കെ ഉണ്ടാവും, GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിങ് എ സ്പെസിഫിക് ഇയർ. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്താണ്, നമുക്ക് അബ്രോഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരും. നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്താണ്, GDPയിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കുറക്കും. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്താണ്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ കുറക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ എന്താണ്, അത് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും, അതിനെ മെഷർ ചെയ്യാനുള്ള 3 പ്രധാനപ്പെട്ട വഴികൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. ഔട്ട്പുട്ട് മെത്തേഡ്, പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു മെത്തേഡ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പോർഷൻസിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. 2, അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ. അതായത് നമ്മൾ നേരത്തെ മൈക്രോ എക്കണോമിക്സിൽ ഡിമാൻഡും സപ്ലൈയും പറഞ്ഞു. അതെന്താണ്, അത് ഇൻഡിവിജ്വൽ ഡിമാൻഡും ഇൻഡിവിജ്വൽ സപ്ലൈയും ആണ്. ഇവിടെ എത്തിയപ്പോൾ അതെന്തായി, അഗ്രിഗേറ്റായി മാറി. ടോട്ടാലിറ്റി അല്ലെങ്കിൽ ടോട്ടൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഒരു ഇക്കോണമിയുടെ മൊത്തം, നമ്മൾ അതിനെ പൊതുവെ എഫക്റ്റീവ് ഡിമാൻഡ് അല്ലെങ്കിൽ എഫക്റ്റീവ് ഡിമാൻഡ് എന്നാണ് നമ്മൾ ഇതിനെന്ത് ചെയ്യാറുള്ളത്, പറയാറുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ്. ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മൾ നോർമലി വേജോ സാലറിയോ മാത്രമല്ല, ഇൻകം ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട്. രണ്ടും നമ്മൾ എക്കണോമിക്സ് പൊതുവെ ഒന്നായിട്ടാണ് പറയാറുള്ളത്, റൈറ്റ്. അപ്പോൾ നമുക്ക് ഇൻകവും എംപ്ലോയ്മെൻറ്റും നമുക്ക് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുക. നമ്മളൊരു ഇക്കോണമിയിൽ പോയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 30 ലക്ഷം രൂപ എന്ത് ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്തു. 30 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഈ 30 ലക്ഷം രൂപ ഇക്കോണമിയിൽ 30 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് മാത്രമാണ് ഉണ്ടാക്കുക, അല്ല. കുറേ ആളുകൾക്ക് വേജ് ആയിട്ടും സാലറി ആയിട്ടും അവരുടെ മക്കളുടെ എഡ്യൂക്കേഷൻ ആയിട്ടൊക്കെ അത് പോകുന്ന സമയത്ത് ആ ഒരു എമൗണ്ട് ഇക്കോണമിയിൽ സർക്കുലേറ്റ് ചെയ്യും. സർക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ എമൗണ്ട് നമുക്ക് ഇക്കോണമിയിൽ കിട്ടും. ഇതിനെയാണ് നമ്മൾ മൾട്ടിപ്ലെയർ എന്ന് പറയുക. അപ്പോൾ എങ്ങനെയാണ് മൾട്ടിപ്ലെയർ വർക്ക് ചെയ്യുന്നത്, എന്താണ് മൾട്ടിപ്ലെയറിൻ്റെ ലക്ഷ്യങ്ങൾ, അതിൻ്റെ രൂപങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ പഠിക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലെയർ എന്ന് പറയുക. ഈ ഒരു ഏരിയയിൽ നമ്മൾ മാക്രോ എക്കണോമിക്സിൽ പഠിക്കും. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രിപ്പറേഷൻ ടിപ്സ് ആയിട്ട്, ഒന്ന് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം നമ്മളൊന്ന് ബൈഹാർട്ട് ആക്കണം. നമുക്ക് എന്താ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിൽ ഉണ്ടാവുക, ഒരു ഭാഗത്ത് എന്തുണ്ടാവും, ഹൗസ് ഹോൾഡ് ഉണ്ടാവും, ഒരു ഭാഗത്ത് എന്തുണ്ടാവും, പ്രൊഡ്യൂസർ ഉണ്ടാവും, അല്ലെങ്കിൽ ബിസിനസ് ഉണ്ടാവും അല്ലേ. ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യും, പ്രൊഡ്യൂസർക്ക് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രണർഷിപ്പ്, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊടുക്കും. പ്രൊഡ്യൂസർ എന്ത് ചെയ്യും, ഹൗസ് ഹോൾഡിന് പ്രോഫിറ്റ് കൊടുക്കും അല്ലേ, പ്രോഫിറ്റ് കൊടുക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, വേജ് കൊടുക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, പ്രോഫിറ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, വേജ് കൊടുക്കും, ദെൻ റെൻറ്റ് കൊടുക്കും, ദെൻ പ്രോഫിറ്റും കൊടുക്കും, വേജും കൊടുക്കും, റെൻറ്റ് കൊടുക്കും, സാലറി പോലെയുള്ള എല്ലാ മോണിറ്ററി എക്സ്പെൻസുകളും എന്ത് ചെയ്യും, നമ്മളിവിടെ കൊടുക്കും, റൈറ്റ്. ഇനി ഈ കിട്ടിയ പൈസ കൊണ്ട് ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യും, ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങാനുള്ള എമൗണ്ട് കൊടുക്കും പ്രൊഡ്യൂസർക്ക്. പ്രൊഡ്യൂസർ എന്ത് ചെയ്യും, ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ത് ചെയ്യും, ഹൗസ് ഹോൾഡിന് കൊടുക്കും. ഇതാണ് നമ്മൾ സിംപ്ലി ഒരു സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ 2 സെക്ടർ മോഡലും 3 സെക്ടർ മോഡലും ഒന്ന് സ്ട്രോങ് ആക്കിയിട്ട് 4 സെക്ടർ മോഡലിലേക്ക് പോകേണ്ട ആവശ്യമില്ല. 2 and 3 സെക്ടർ, റൈറ്റ്. 2 സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 സെക്ടറാണ് ഹൗസ് ഹോൾഡും പ്രൊഡ്യൂസർ ഉള്ളത്. 3 സെക്ടർ ആകുമ്പോൾ നമുക്ക് എന്ത് വരും, ഒരു ഗവൺമെൻറ് കൂടി ഇവിടെ വരും.
നമുക്ക് ആ ഒരു ഏരിയ നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ഒന്ന് ചെറുതായിട്ട് വളരെ സിമ്പിളായിട്ടൊന്ന് നോക്കേണ്ട ആവശ്യമുണ്ട്. ഗവൺമെൻറ് വരുന്നൊരു മോഡൽ. അതുപോലെ തന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡും എംപ്ലോയ്മെൻറ്റ് ഡിറ്റർമിനേഷനും കെയ്നീഷ്യൻ മോഡലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഹു ഈസ് കെയ്ൻസ്? ഫാദർ ഓഫ് മാക്രോ ഇക്കണോമിക്സ് ആണെന്ത്? കെയ്ൻസ്. നമ്മളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും കേട്ടോ, നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയറിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മൾ നോക്കണം. വാട്ട് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ? നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൻ്റെ ചില പ്രോബ്ലംസ് നമ്മൾ ചില ഇക്വേഷൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൈക്രോ ഇക്കണോമിക്സിൽ നമുക്കുള്ളത് നമ്മുടെ ഇലാസ്റ്റിസിറ്റി കോൺസെപ്റ്റ് ആണെങ്കിൽ ഇവിടെ നമുക്കുള്ളത് എന്താണ്? ഇവിടെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ എന്നാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കണം എന്നുള്ളതാണ്. ഇനി എഗെയിൻ നമുക്ക് നോക്കാനുള്ളത് പുസ്തകം ഏതാണ്? പ്രൈമറി പുസ്തകം നമുക്കുള്ള സോഴ്സസ് മാക്രോ ഇക്കണോമിക്സ് ആണ്. അതായത് NCERTയുടെ മാക്രോ ഇക്കണോമിക്സ്. നിങ്ങൾക്കത് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും വെബ്സൈറ്റിൽ കയറിയാൽ. അതിൻ്റെ PDF ഞാൻ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യും കേട്ടോ, അത് പേടിക്കണ്ട. 2 ഡോർബെഷ് ആൻഡ് ഫിഷറിൻ്റെ മാക്രോ ഇക്കണോമിക്സ്. ഇത് ഡോർബെഷ് ആൻഡ് ഫിഷർ എന്നുള്ളത് 2 പ്രധാനപ്പെട്ട ഇക്കണോമിസ്റ്റുകളാണ്. അപ്പോൾ അവരിപ്പം ഒരാളും കൂടി കൂടിയിട്ടുണ്ട്, റിച്ചാർഡ് സ്റ്റാസ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ഓതേഴ്സാണ്. ഞാൻ ഇൻ്റർനാഷണൽ ഓതേഴ്സിൻ്റെ പുസ്തകം ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം എങ്ങനെയാണ് എക്കണോമിക്സ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ കോൺസെപ്റ്റിൽ കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. ഒരു വേൾഡ് വ്യൂ. നമ്മൾ ഒരു സ്റ്റെപ്പ് കയറാണ്. നമ്മുടെ നാട്ടിലൊരു സാധാ സ്കൂളിൽ നിന്ന് നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആസ്പയർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വി ആർ മൂവിങ് ഫോർവേഡ്, റൈറ്റ്? ഒരു സ്റ്റെപ്പ് കയറാണ്. പിന്നെ നിങ്ങൾ BA എക്കണോമിക്സ് ഹൈദരാബാദിലോ JNUലോ അല്ലെങ്കിൽ പോണ്ടിച്ചേരിയിലോ ചെയ്തിട്ട് നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വരരുത്. യു ഹാവ് ടു ഗോ അബ്രോഡ്, റൈറ്റ്? അന്ന് ഒരു സ്റ്റെപ്പും കൂടി കയറണം. അതുകൊണ്ടാണ് ഞാൻ ഇൻ്റർനാഷണൽ ഓതേഴ്സിൻ്റെ പുസ്തകം നല്ലത് ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഡോർബെഷ് ആൻഡ് ഫിഷറിൻ്റെ മാക്രോ ഇക്കണോമിക്സും NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ മാക്രോ ഇക്കണോമിക്സും ഇത് രണ്ടും മതി നിങ്ങൾക്ക് മാക്രോ ഇക്കണോമിക്സിലെ ഫുൾ ഏരിയാസ് കവർ ചെയ്യാൻ. ഓക്കെ, ഇനി മണി ആൻഡ് ബാങ്കിങ് ആക്ച്വലി മാക്രോ ഇക്കണോമിക്സിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്ന തന്നെ ഒരു സബ് ടോപ്പിക്കാണ്. അതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഫങ്ഷൻസ് ആൻഡ് എവല്യൂഷൻസ് ഓഫ് മണി. നമുക്കറിയാം മണി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരുന്നതിന് മുമ്പ് ആദ്യം നമുക്കുണ്ടായിരുന്ന സിസ്റ്റം എന്താണ്? ബാർട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലേ? ബാർട്ടർ സിസ്റ്റം. അപ്പോൾ അത് എങ്ങനെയാണ് എവല്യൂട്ട് ചെയ്തിട്ട് അതെങ്ങനെയാണ് അതിന് എവല്യൂഷൻ സംഭവിച്ചിട്ട് നമ്മൾ ഈ ഒരു മണി സിസ്റ്റത്തിലേക്ക് മാറിയത്. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കിനും സെൻട്രൽ ബാങ്കിനും റോൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻ, എന്താണ് സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻ, അവരെങ്ങനെയാണ് ഇക്കോണമിയിൽ ഇടപെടുന്നത്, ഇതാണ് നമുക്ക് രണ്ടാമത്തെ ഏരിയയിൽ നോക്കാനുള്ളത്. മൂന്നാമത്തെ ഏരിയയാണ് നമുക്ക് ഒന്നും കൂടി എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ, പ്രത്യേകിച്ച് CUETയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് മോണിറ്ററി പോളിസി. ഒരു കൺട്രിയിൽ ഒരു ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ അതോറിറ്റിക്ക് 2 തരത്തിലാണ് ഇടപെടാൻ പറ്റുക. 2 പോളിസികളാണുള്ളത്. ഒന്നാണ് എന്ത്? ഫിസ്ക്കൽ പോളിസി. ഈ ഫിസ്ക്കൽ പോളിസി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നേരിട്ട് നടത്തുന്ന, പാർലമെൻ്ററി ഒക്കെ കൂടിയിട്ട് നടത്തുന്നതാണ് എന്ത്? ഫിസ്ക്കൽ പോളിസി. രണ്ടാമത്താണ് എന്ത്? മോണിറ്ററി പോളിസി നടത്തുന്നതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കാണ്. അപ്പോൾ നമ്മൾ ഈ മണി ആൻഡ് ബാങ്കിങ്ങിൽ നമ്മൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സെൻട്രൽ ബാങ്ക് അതിൻ്റെ പോളിസീസ്, കൊമേഴ്ഷ്യൽ ബാങ്ക് അതിൻ്റെ ഫങ്ഷൻസ്, എന്താണ് പൈസ അല്ലെങ്കിൽ എന്താണ് മണി, അത് എങ്ങനെയാണ് ആ ഒരു രൂപത്തിലേക്ക് മാറിയത്. ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു ഏരിയാസ് നമുക്ക് നോക്കാനുള്ളത്. ഒന്ന്, നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എങ്ങനെയാണ് മണി സപ്ലൈയെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ പഠിക്കണം. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, കൺട്രോൾസ് ഓഫ് മണി സപ്ലൈ ആണ് എന്ത് നമ്മൾ നേരത്തെ പറഞ്ഞ മോണിറ്ററി പോളിസി എന്ന് പറയുന്ന ഏരിയ വരുന്നത്. അതുപോലെ തന്നെ മോണിറ്ററി പോളിസി കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. CRR ക്യാഷ് റിസർവ് റേഷ്യോ, SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, റെപ്പോ റേറ്റ്, റിസർവ് റിപ്പോ റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ഇങ്ങനെ കുറേ നമുക്ക് പഠിക്കാനുണ്ട്. പ്രധാനമായിട്ടും 5 ഏരിയാസ്. ഈ 5 ഏരിയാസ് നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഓരോ സമയത്തും ഓരോ ഇക്കോണമിയിൽ ക്രൈസിസ് ഉണ്ടാകുന്ന ഓരോ സമയത്തും ഇവരെങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ കറൻ്റ് ആയിട്ടുള്ള കേസസ്. അതായത് നിങ്ങൾ ജനറൽ നോളജ് ഉള്ള ആളുകളായിരിക്കും ഓൾറെഡി അല്ലേ, നിങ്ങൾ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിച്ച് CUT പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ജനറൽ നോളജ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് കറൻറ്റ് ഇക്കണോമിക് പോളിസീസ്, ബാങ്കിങ് റിഫോംസ്, ഡിജിറ്റൽ ബാങ്കിങ് ട്രെൻഡ്സ്. കാരണം പൊതുവെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് UPI. എന്താണ്? നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ചെയ്യും. അവിടെ യൂസ് ചെയ്യുന്ന സിസ്റ്റം ആണ് എന്ത്? UPI എന്നുള്ളത്. UPI മിക്കവാറും ഇയറിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അത് കറണ്ട് അഫെയർ ആണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല, +2 ടെക്സ്റ്റ് ബുക്കിലോ +1 ടെക്സ്റ്റ് ബുക്കിലോ അതില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഏരിയാസ്, കറണ്ട് ബാങ്കിങ് റിഫോംസ്, ഡിജിറ്റൽ ബാങ്ക് ഇനീഷ്യേറ്റീവ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കണം. എഗെയിൻ ഫസ്റ്റായിട്ട് നമുക്ക് നോക്കാനുള്ള പുസ്തകം ഏതാണ്? NCERTയുടെ മാക്രോ എക്കണോമിക്സിൻ്റെ പുസ്തകം തന്നെയാണ്. NCERT പുസ്തകമാണ് നമ്മുടെ CUETയുടെ ബേസ്.
രണ്ടാമത്താണ് എന്ത്, സൂരജ് ബി ഗുപ്ത, ഹിസ് എ ഇന്ത്യൻ ഓതർ. അദ്ദേഹത്തിൻ്റെ മോണിറ്ററി എക്കണോമിക്സ് എന്ന പുസ്തകമുണ്ട്, PDF അവൈലബിൾ ആണ്, നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കമ്പൽസറി അല്ല കേട്ടോ, ദിസ് ഈസ് നോട്ട് കമ്പൽസറി, ഇതാണ് കമ്പൽസറി. നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഇൻട്രൊഡക്ടറി മാക്രോ എക്കണോമിക്സ് ഓഫ് NCERT ടെക്സ്റ്റ് ബുക്കാണ് ക്ലാസ് +2. ഞാൻ അടുത്തൊരു പുസ്തകം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കാരണം, നിങ്ങൾ ഒന്നും കൂടി എക്കണോമിക്സിൽ കരിയർ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒന്നും കൂടി ഡെപ്ത് ആയിട്ട് സബ്ജക്റ്റ് നോളജ് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദ മോണിറ്ററി എക്കണോമിക്സ് ബൈ സൂരജ് ബി ഗുപ്ത എന്നുള്ള നിലക്കാണ് ഞാനത് പറഞ്ഞു തരുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ ഏറ്റവും അടുത്തൊരു ഏരിയ ആണ് എന്ത്, ഗവൺമെൻറ് ബജറ്റ് ആൻഡ് ദ ഇക്കോണമി. നമുക്കിപ്പോൾ കേരള ബജറ്റ് വന്നില്ലേ 3 വീക്ക് മുമ്പ്, അതിന് മുമ്പ് നമുക്ക് കേന്ദ്ര ബജറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് റവന്യൂ, എന്താണ് ക്യാപിറ്റൽ റെസിപ്റ്റ്, എന്താണ് എക്സ്പെൻഡിച്ചർ, ഈ 3 കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് നോക്കാനുണ്ട്. റവന്യൂ എപ്പോഴും എന്തായിരിക്കും, വരവായിരിക്കും. ക്യാപിറ്റൽ റെസിപ്റ്റ്, വാട്ട് ഈസ് ക്യാപിറ്റൽ, ഇൻഫ്രാസ്ട്രക്ചർ പോലുള്ള ഡെവലപ്മെൻറ്റിന് നമ്മൾ കൊടുക്കുന്നതാണ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. എക്സ്പെൻഡിച്ചർ എന്താണ്, ചെലവുകളാണ് അല്ലേ. നമുക്ക് ഗവൺമെൻറ്റിൻ്റെ റവന്യൂവിനെ നമ്മൾ 2 എണ്ണമായിട്ടാണ് തരംതിരിക്കുക. ഒന്ന് ടാക്സ് റവന്യൂ, 2 നോൺ ടാക്സ് റവന്യൂ. റൈറ്റ്, ഈ റവന്യൂവിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റൽ റെസിപ്റ്റ്, എക്സ്പെൻഡിച്ചർ നമ്മൾ കംപ്ലീറ്റ്ലി പോകുന്നത്. എക്സ്പെൻഡിച്ചർ ഈ 2 എണ്ണം ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ് എന്ത്, എക്സ്പെൻഡിച്ചർ എന്നുള്ളത്. അതുപോലെ തന്നെ ബാലൻസ്ഡ്, സർപ്ലസ് ആൻഡ് ഡെഫിസിറ്റ് ബജറ്റ്. നമുക്ക് എന്തുണ്ട്, നമ്മൾ പറഞ്ഞു റവന്യൂ ഉണ്ട്, എക്സ്പെൻഡിച്ചർ ഉണ്ട്. അപ്പോൾ റവന്യൂവും എക്സ്പെൻഡിച്ചറും ഈക്വൽ ആവുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, ബാലൻസ്ഡ് ബജറ്റ് എന്ന് പറയും. റവന്യൂ ആണ് എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതലാവുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, നമ്മളതിനെ ഡെഫിസിറ്റ് ബജറ്റ് എന്ന് പറയും. ഇനി അതല്ല റവന്യൂ ആണ് എക്സ്പെൻഡിച്ചറിനേക്കാൾ കുറവ് എന്നുണ്ടെങ്കിലോ നമ്മളതിനെ സർപ്ലസ് എന്ന് പറയും. ഓക്കെ, അതായത് ഇങ്ങനെ നമുക്ക് പ്രധാനമായിട്ടുള്ള 3 ബജറ്റിൻ്റെ കേസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഫിസ്ക്കൽ ഡെഫിസിറ്റ്, റവന്യൂ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ്, ഈ 3 ഡെഫിസിറ്റുകൾ, അതായത് ടോട്ടൽ 9 കോൺസെപ്റ്റുകളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനുണ്ടാവുക. 1, 2, 3, 4, 5, 6, 7, 8, 9, ടോട്ടൽ 9 കോൺസെപ്റ്റുകൾ നമുക്ക് ഈ രീതിയിൽ പഠിക്കാനുണ്ട്. ഒന്നെന്താണ്, ഒന്ന് ഗവൺമെൻറ് ബജറ്റിൻ്റെ ഡിഫറെൻറ്റ് കോമ്പണൻസ് നിങ്ങൾ പഠിക്കണം. അത് നമ്മൾ എന്ത് ചെയ്യണം, ബജറ്റ് ഡോക്യുമെൻറ്റ്. ഇന്ത്യൻ ഗവൺമെൻറ്റിന് ബജറ്റിനായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ യു ക്യാൻ ഡൗൺലോഡ് ദ ബജറ്റ് ഡോക്യുമെൻറ്റ്. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ബജറ്റിൻ്റെ കോമ്പോണൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കണം. അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് വന്ന യൂണിയൻ ബജറ്റും അതുപോലെ തന്നെ യൂണിയൻ ബജറ്റും സ്റ്റേറ്റ് ബജറ്റും നിങ്ങൾക്ക് ജനറൽ നോളജിന് വേണ്ടിയിട്ട് പഠിക്കാം, CUTക്ക് വേണ്ടിയിട്ടല്ല. എന്നാലും യൂണിയൻ ബജറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഈ ഒരു യൂണിയൻ ബജറ്റിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റമാണെന്ത്, ഇൻകം ടാക്സിൻ്റെ മാറ്റം. അതായത് 12 ലക്ഷത്തിലേക്ക് ഇൻകം ടാക്സിൻ്റെ സ്ലാബ് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ധാരണ വേണം, എന്താണ് സ്ലാബ്, എന്താണ് എക്കണോമിക്സിലെ സ്ലാബ്, എന്താണ് ബജറ്റിലെ സ്ലാബ്, എന്താണ് ടാക്സ്, ഇൻകം ടാക്സ് എന്താണ്, അതൊക്കെ നമ്മൾ സ്വയം വായിച്ചുണ്ടാക്കേണ്ട കുറേ കാര്യങ്ങളാണ്. നമ്മൾ ക്ലാസ്സിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഫിസ്ക്കൽ പോളിസീസും ഡെഫിസിറ്റ് മാനേജ്മെൻറ്റും. ഫിസ്ക്കൽ പോളിസി എന്താണ്, അതിനെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുക, ഇതാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ പൊതുവേ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പുസ്തകമാണ് എന്ത്, ഇൻട്രൊഡക്ടറി മാക്രോ എക്കണോമിക്സ് ഓഫ് NCERT. അതിൽ ചേഞ്ച് ഒന്നും ഇല്ല. നമുക്ക് ഇന്ത്യൻ ഇക്കോണമിയിൽ രമേശ് സിംഗിൻ്റെ, നിങ്ങൾ IAS ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ രമേശ് സിംഗിൻ്റെ പുസ്തകം ഓൾറെഡി ഫെമിലിയർ ആയിട്ടുണ്ടാവില്ലേ, അതിൻ്റെ PDF അവൈലബിൾ ആണ്. സോ യു ക്യാൻ യൂസ് ഇന്ത്യൻ ഇക്കോണമി ബൈ രമേശ് സിംഗ്. ഒന്നും കൂടി എന്ത് ചെയ്യും, ഇന്ത്യൻ ഇക്കോണമിയിലെ ഇന്ത്യയിലെ ബജറ്റ് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് ധാരണ കിട്ടും. ഞാൻ ഈ ഒരു പുസ്തകം സജസ്റ്റ് ചെയ്യാനുള്ള കാരണം, അവർ യൂണിയൻ ബജറ്റിനെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പുസ്തകത്തിൽ അനലൈസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള യൂണിയൻ ബജറ്റിനെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒന്നുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ 2 പുസ്തകമാണ് നമുക്ക് ഇവിടെയും നോക്കാനുള്ളത്. ഇനി നമുക്ക് നമ്മൾ മാക്രോയുടെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലേക്ക് കിടക്കുകയാണ്, ഇൻ്റർനാഷണൽ എക്കണോമിക്സ് അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ആൻഡ് ഫോറിൻ ട്രേഡ് എന്ന് പറയുന്ന ഏരിയ. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫിക്സഡ് VS ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്. ആദ്യം നോക്കാനുള്ളതാണ് എന്ത്, ഫിക്സഡ് VS ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്. വാട്ട് ഈസ് എക്സ്ചേഞ്ച് റേറ്റ്? അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യൻ കറൻസിയാണ് എന്ത്, റുപ്പി എന്നുള്ളത്. അമേരിക്കൻ കറൻസിയാണ് ഡോളർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അമേരിക്കയിൽ നിന്നൊരു പ്രൊഡക്റ്റ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ നമ്മൾ പേ ചെയ്യുന്നത് ഏതിലായിരിക്കും? ഇപ്പോൾ നമ്മൾ അമേരിക്കയിൽ നിന്നൊരു പ്രൊഡക്റ്റ് വാങ്ങി, നമ്മൾ പേ ചെയ്യുന്നത് ഏതിലാണ്? നമ്മുടെ കയ്യിൽ ഡോളർ ഇല്ല, നമ്മൾ റുപ്പിയിലാണ് എന്ത് ചെയ്യുക, അത് പേ ചെയ്യല്ലേ. പക്ഷെ അമേരിക്കയിൽ റുപ്പി കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഈ റുപ്പിയിൽ കിട്ടുന്ന രൂപ എന്ത് ചെയ്യണം, ദേ ഹാവ് ടു കൺവേർട്ട് ഇൻ ടു ഡോളർ. ഇതാണ്
നമ്മൾ ഈ പറയുന്ന ഫോറിൻ എക്സ്ചേഞ്ച്, ഒരു ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഫോറിൻ എക്സ്ചേഞ്ച് പോസിബിൾ ആവണം. നമുക്ക് ഫിക്സഡ് ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ട്, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്. അത് രണ്ടും എന്താണോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലെ ഡിമാൻഡ് സപ്ലൈ എന്താണ്, പ്ലസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്താണ്. അതായത് നമുക്ക് ഏതൊരു ബിസിനസ്സിലും 2 ട്രാൻസാക്ഷൻ ഉണ്ടാവും, റൈറ്റ്. ഇത് ഇന്ത്യയാണ്, ഇത് അമേരിക്കയാണ്, അല്ലെങ്കിൽ USA ആണ്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് പ്രൊഡക്റ്റ് ഇങ്ങോട്ട് വരുന്നു, ഇന്ത്യയിൽ നിന്ന് പൈസ ഇങ്ങോട്ട് പോകുന്നു, 2 സൈഡിൽ നിന്ന് രണ്ടും വരുന്നുണ്ട് അല്ലേ. ഇതിനെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു ബാലൻസ് വേണം. ബിറ്റ്വീൻ ദീസ് വി നീഡ് എ ബാലൻസ്. അത് നമ്മൾ അക്കൗണ്ടിങ് ടേമിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ട്സ്. ഇതിൽ കൊമേഴ്സ് ഫീൽഡിൽ വന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ +1 അക്കൗണ്ടൻസ്, +2 അക്കൗണ്ടൻസ് നിങ്ങൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റും ബാലൻസ് ഓഫ് ട്രേഡൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതുതന്നെയാണ് ഇവിടുത്തെ വിഷയവും. പക്ഷേ ഇതെന്താണ്, ഇൻ്റർനാഷണൽ എക്കണോമിക്സിലെ കേസസ് ആണ്. എക്സ്പോർട്ടും ഇമ്പോർട്ടും, നമുക്ക് എക്സ്പോർട്ടും ഉണ്ടാവും, നമുക്ക് ഇമ്പോർട്ടും ഉണ്ടാവും, റൈറ്റ്. അപ്പോൾ ഈ എക്സ്പോർട്ടും ഇമ്പോർട്ടിൻ്റെയും ബാലൻസ് ഓഫ് ട്രേഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പഠിക്കുന്നത് എന്നർത്ഥം. ഒന്ന്, എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. വി ഹാവ് 2 മെത്തേഡ്. ഒന്നെന്താണ്, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. രണ്ടെന്താണ്, ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് എന്നൊക്കെ നമ്മൾ പറയും. ഈ 2 ഏരിയാസ് നമ്മൾ എന്ത് ചെയ്യണം, തെരവാക്കണം. അതുപോലെ തന്നെ ഈ 2 കേസും എങ്ങനെയാണ് നമ്മുടെ ട്രേഡിനെ ഇമ്പാക്റ്റ് ചെയ്യുക, എങ്ങനെയാണ് നമ്മുടെ ട്രേഡിനെ എഫക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അതുപോലെ തന്നെ BOP ക്രൈസിസ്. നിങ്ങൾ BOP ക്രൈസിസ് എവിടെയാണ് കേട്ടിട്ടുള്ളത്? 1991 നമ്മൾ എന്ത് ചെയ്തു, ന്യൂ ഇക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലേ. NEP, LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. സോ വാട്ട് വാസ് ദ റീസൺ ബിഹൈൻഡ് LPG? നിങ്ങൾ +2 +1 പഠിച്ചിട്ടുണ്ടാവും. ദ മെയിൻ റീസൺ ബിഹൈൻഡ് ദ LPG പോളിസി ഈസ് BOP ക്രൈസിസ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ക്രൈസിസ് ആണ് LPG പോളിസീസിൻ്റെ പുറകിലുള്ളത്. അപ്പോൾ BOP ക്രൈസിസ് എന്താണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഏരിയയിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കണം. അതിലും നമുക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള പുസ്തകം ഒന്ന് പോൾ ക്രുഗ്മാൻ്റെ ഇൻ്റർനാഷണൽ എക്കണോമിക്സ്. അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു പുസ്തകമാണ്. നമ്മൾ അത്ര അഡ്വാൻസ്ഡ് ആയി പോകണമെന്നില്ല. ഞാൻ എഗെയിൻ ഈ ഇൻ്റർനാഷണൽ ഓതേഴ്സിൻ്റെ പുസ്തകം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ഒന്ന് ഇതിൻ്റെയൊക്കെ PDF എന്താണ്, ദേ ആർ ഫ്രീലി അവൈലബിൾ. രണ്ടെന്താണ്, നിങ്ങൾ അത് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും കൂടി ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇൻ്റർനാഷണൽ ലെവലിൽ എക്കണോമിക്സ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻട്രൊഡക്ടറി മാക്രോ എക്കണോമിക്സ് ബൈ അവർ NCERT. ഓക്കെ, ഇത് രണ്ടാണ് നിങ്ങളിവിടെ ഫോളോ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. നമ്മളിത് എവിടെയാണ് പഠിച്ചിട്ടുള്ളത്? +1 നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇന്ത്യൻ ഇക്കോണമി പഠിച്ചിട്ടുള്ളേ. ഈ ഇന്ത്യൻ ഇക്കോണമിയിൽ വരുന്ന ഏരിയാസ് അതുപോലെയാണ് നമുക്കിവിടെയുള്ളത്. ഒന്ന്, ഇന്ത്യൻ ഇക്കോണമി. നമ്മൾ ഇന്ത്യൻ ഇക്കോണമിയുടെ ഒരു ഡെവലപ്മെൻറ്റിനെ 4-5 ഫേസസ് ആയിട്ടാണ് പറയാറുള്ളത്. ഫസ്റ്റ് ഫേസസ് ആണെന്ത്, നമ്മളൊരു ലൈൻ, ഇതൊരു ടൈം ലൈൻ ആണെങ്കിൽ ഫസ്റ്റ് ഫേസ് ആണെന്ത്, ബിഫോർ ബ്രിട്ടീഷ്. സെക്കൻഡ് ലൈൻ ആണെന്ത്, ആഫ്റ്റർ ബ്രിട്ടീഷ് ടിൽ 1947. തേർഡ് ഫേസ് ആണെന്ത്, 1947 to 1991. 1991 എന്താ സംഭവിച്ചത്? വി ഇൻട്രൊഡ്യൂസ്ഡ് ദ ന്യൂ ഇക്കണോമിക് പോളിസി, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ഒക്കെ. ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ അല്ലേ. നിങ്ങൾ ഹയർ സ്റ്റഡീസിലേക്ക് പോകുമ്പോൾ എന്തുണ്ടാവും, 1991 to 2008 നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം 2008 വലിയൊരു ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട്. 2008 മുതൽ നമുക്ക് വീണ്ടും കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കുറേ ഫേസസ് ഇന്ത്യൻ ഇക്കോണമിക്ക് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഇന്ത്യൻ ഇക്കോണമി 1947 to 1990s വരെയുള്ളത്, സ്വാതന്ത്ര്യത്തിന് ശേഷം 990 വരെയുള്ളത്. രണ്ടാമത്തെ ഫേസ് ആണെന്ത്, 1991 ന്യൂ ഇക്കണോമിക് പോളിസിക്ക് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് 2 ഫേസുകളായിട്ട് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ പോവേർട്ടി, എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ +1 എക്കണോമിക്സിൽ, റൈറ്റ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും. എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ? റോഡ്, ഡാം പോലെയുള്ള കാര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണ്, എങ്ങനെയാണ് ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് നേച്ചറുണ്ട്, നമുക്കെല്ലാം ഉണ്ട്, അത് നമ്മുടെ വരുന്ന തലമുറക്കും കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ത്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ കേസസ് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഏരിയയിൽ പഠിക്കും. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, വി കമ്പയർ അവർ സെൽഫ് വിത്ത് 2 നൈബറിങ് കൺട്രീസ്, ചൈന ആൻഡ് പാകിസ്ഥാൻ. വൈ ചൈന ആൻഡ് പാകിസ്ഥാൻ? ഈ 2 കൺട്രീസും നമ്മൾ ഇന്ത്യ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ
ഈ 3 കൺട്രീസും എന്തായിരുന്നു? കൊളോണിയൽ പീരീഡിൽ കൊളോണിയൽ റൂൾ ബ്രിട്ടീഷുകാരുടെ അണ്ടറിലാണ് ഉണ്ടായിരുന്നത്. 3 കൺട്രീസിനും ഏകദേശം ഒരേ സമയത്താണ് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ചൈനയുമായിട്ടൊരു 1 ഇയർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും 3 കൺട്രീസും എന്ത് ചെയ്തിട്ടുണ്ട്? കറൻ്റ്ലി വേൾഡിലെ പ്രധാനപ്പെട്ട 3 കൺട്രീസാണ്. അപ്പോൾ എന്താണ് ഇവരുടെയൊക്കെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്, എങ്ങനെയാണ് ഇവർക്കൊക്കെ ഈ ഒരു ഡെവലപ്മെൻറ്റ് പ്രോസസ്സിലേക്ക് എത്തിയത്, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഏരിയാസിൽ നോക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? 5 ഇയർ പ്ലാൻസ്. സോ ഞാൻ പ്രിപ്പറേഷൻ ടിപ്സ് പറയാണ്. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? 5 ഇയർ പ്ലാൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. നമുക്ക് പ്രധാനമായിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് ഒരു 10 5 ഇയർ പ്ലാൻസ് എങ്കിലും അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ലോജിക്ക്, അതിൻ്റെ ഫോക്കസ്, അത് വിജയിച്ചോ പരാജയപ്പെട്ടോ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കണം. അതുപോലെ തന്നെ പോവേർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് നമ്മൾ നോക്കണം. പോവേർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് നിങ്ങളുടെ +1 പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ സിലബസിൽ ഇപ്പോൾ അതില്ല. റൈറ്റ്, അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ആ പോർഷൻ. പക്ഷേ നിങ്ങളുടെ പുസ്തകത്തിൽ ഏറ്റവും ലാസ്റ്റ് പോവേർട്ടി അലിവിയേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. നിങ്ങൾ NCERT പുസ്തകം നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദ പോവേർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ്. നമുക്ക് ആ ഒരു ഏരിയാസ് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ചൈനയും പാകിസ്ഥാനുമായും ഒക്കെ നമ്മൾ ഇന്ത്യൻ്റെ ഗ്രോത്ത് മോഡൽ നോക്കണം. ഏറ്റവും പ്രധാനമായിട്ടും കറൻറ്റ് പോളിസീസ്. പുതിയ ബജറ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വി ഇൻട്രൊഡ്യൂസ്ഡ് 1 ന്യൂ പോളിസി. അപ്പം അങ്ങനെയുള്ള പുതിയ പോളിസീസ് നമ്മൾ എന്ത് ചെയ്യണം? പരിചയപ്പെടുകയും അത് മനസ്സിലാക്കുകയും വേണം എന്നർത്ഥം. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഉള്ള പുസ്തകം എന്താണ്? ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, അതായത് ക്ലാസ് +1 നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള +1 പുസ്തകം നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ആവശ്യമുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ പുസ്തകം യൂസ് ചെയ്താലും മതി. NCERT പുസ്തകം എന്ത് ചെയ്യും? നമ്മുടെ CUET നമ്മുടെ ട്യൂട്ടോറിയം ടീം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഉമാ കബീരയുടെ പുസ്തകം, എഗെയിൻ നിങ്ങൾ സിവിൽ സർവീസൊക്കെ ആസ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ വൺ ഓഫ് ബെസ്റ്റ് ബുക്ക് ഫോർ ഇന്ത്യൻ ഇക്കോണമി, ഉമാ കബീല എന്ന് പറയുന്ന വ്യക്തിയുടെ പുസ്തകം. അവരൊരു പ്രൊഫസറായിരുന്നു. ഷി വാസ് എ ലേഡി ആൻഡ് ഷി വാസ് എ പ്രൊഫസർ ആൾസോ. സോ ഉമാ കബീലയുടെ പുസ്തകവും +1 ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് പുസ്തകമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ യൂസ് ചെയ്യേണ്ടത് എന്നർത്ഥം. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും പറഞ്ഞതാണ് നമ്മുടെ സിലബസിൻ്റെ ബ്രേക്ക് ഡൗൺ. ഇത്രയും സിലബസ് നിങ്ങൾ കവറായി കഴിഞ്ഞാൽ യു കവർ ദ എൻറ്റയർ സിലബസ് ഫോർ CUET എക്കണോമിക്സ്. പക്ഷെ നമുക്കറിയാം ഇതൊരിക്കലും നമ്മൾ +1 +2 എഴുതിയ എക്സാം അല്ല. ഇതെന്താണ്? MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണല്ലേ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഈ ഓപ്ഷൻസിൽ നിന്നൊന്ന് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിയെടുക്കണം. റൈറ്റ്. അപ്പം നമുക്കൊരു പ്രാക്ടിക്കൽ അല്ലെങ്കിൽ റിവിഷൻ പ്ലാന് വേണം. ഒന്ന്, നോട്ട്സ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ഞാൻ PDF ഷെയർ ചെയ്യും, CUET ടീം PDF ഷെയർ ചെയ്യും. അത് പോരാ, യു നീഡ് ടു മേക്ക് നോട്ട്സ്. ഫോർമുലാസ്, തിയറീസ്, ഗ്രാഫ്സ്. ഇതൊരു ഹിസ്റ്ററിയോ ഇതൊരു പൊളിറ്റിക്സോ സോഷ്യോളജിയോ അല്ലെങ്കിൽ BCom നിങ്ങൾ പഠിക്കുന്ന കൊമേഴ്സോ അല്ല. ദിസ് ഈസ് എക്കണോമിക്സ്. എക്കണോമിക്സ് നമുക്ക് കുറേ ഗ്രാഫുകൾ പഠിക്കാനുണ്ട്, കുറേ ഫോർമുലാസ് പഠിക്കാനുണ്ട്. ഈ ഫോർമുലാസും ഗ്രാഫ്സും ഒക്കെ സമ്മറൈസ് ചെയ്തിട്ട് നിങ്ങളുടെ CUET എക്സാമിൻ്റെ തലേന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് വേണം? ഒരു നോട്ട്സ് നിങ്ങൾക്ക് വേണം. 2, പ്രാക്ടിക്സ് ആണ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾ പരമാവധി മോക്ക് ടെസ്റ്റുകളും ഫുൾ ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യണം. അതായത് ഒരു 4-5 വർഷത്തെ, ഒരു മിനിമം 3 വർഷത്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? CUET ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കണം. ഒന്നാമത്തെ കേസ്. രണ്ടാമത്തത്, നിങ്ങൾ CUET ട്യൂട്ടോറിയം ടീം നിങ്ങൾക്ക് ടെസ്റ്റുകൾ തരും. ഫുൾ ടെസ്റ്റും മോക്ക് ടെസ്റ്റും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട്, അത് നമ്മൾ അത്രയും റിവൈസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? മോക്ക് ടെസ്റ്റ് എത്രത്തോളം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നോ, ഫുൾ ടെസ്റ്റ് എത്രത്തോളം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നോ, അത്രത്തോളം നിങ്ങളുടെ എക്സാമിനുള്ള സ്പീഡ് കൂടും. നിങ്ങളുടെ മെയിൻ CUET എക്സാമിൻ്റെ സ്പീഡ് കൂടും. അപ്പം നിങ്ങൾ അത് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂസ് പേപ്പേഴ്സ് വായിക്കണം. ഇക്കണോമിക് റിപ്പോർട്ട്സും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഒന്ന് ഹിന്ദു ബിസിനസ് ലൈന്, 2 ഇക്കണോമിക് ടൈംസ്. നിങ്ങൾ സിവിൽ സർവീസൊക്കെ ആസ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇത് രണ്ടിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാലേ, ഹിന്ദു ബിസിനസ് ലൈനും ഇക്കണോമിക്സ് ടൈംസിൻ്റെയും. അതുപോലെ തന്നെ RBI ബുള്ളറ്റിന്, അതായത് യൂണിയൻ ബജറ്റിൻ്റെ സമ്മറീസ്, ഇതൊക്കെ നിങ്ങൾക്ക് അവരവരുടെ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം നോർമൽ നിങ്ങളുടെ സിലബസിന് അപ്പുറത്തുള്ള കാര്യമാണെന്ത് നമ്മൾ പറഞ്ഞ സ്റ്റെപ്പ് 3 ന്യൂസ് പേപ്പർ. GK, എക്കണോമിക്സിലെ GK നിങ്ങൾ എന്ത് ചെയ്യുക? ജനറൽ നോളജ് നിങ്ങൾ എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇനി ഇതൊക്കെ കഴിഞ്ഞു. എക്സാമിൻ്റെ ടിപ്സ്. ഒന്ന്, നിങ്ങൾക്ക് എക്സാം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്, നമുക്ക് CBT ആണ് ഉണ്ടാവില്ലേ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. നിങ്ങളൊരു കമ്പ്യൂട്ടറിന് മുമ്പിലിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ ലോഡാവും. ക്വസ്റ്റ്യൻ പേപ്പർ ലോഡായി കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ യു ഹാവ് ടു റീഡ് ഇറ്റ് വെരി കെയർഫുള്ളി.
അത്രയും കെയർഫുൾ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കണം, ആ ക്വസ്റ്റ്യൻ വായിക്കണം. അതുപോലെ നിങ്ങൾക്ക് ടോട്ടൽ 70 മിനിറ്റ് ആണുള്ളത് എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഡിവൈഡ് ദ ടൈം ഫോർ ഈച്ച് ക്വസ്റ്റ്യൻസ്. ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ 1 മിനിറ്റ് തികച്ച് കിട്ടൂല. നമ്മൾ ഒരു ക്വസ്റ്റ്യനുമ്പോൾ തന്നെ എന്ത് ചെയ്യാണ്, ഒരു ക്വസ്റ്റ്യനിൽ തന്നെ കുറേ ടൈം സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, നമുക്ക് അത് മാത്രമേ കിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ മിസ്സായി പോകും. അതുപോലെ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യം ചെയ്യുക. ഡോണ്ട് ഡു ഹാർഡ് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്. നിങ്ങൾ ഫസ്റ്റ് തന്നെ ഹാർഡ് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈസി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സമയം കിട്ടില്ല. ഹാർഡ് ക്വസ്റ്റ്യൻസ് ഒരു പക്ഷേ നമുക്ക് ഡൗട്ട് ഉണ്ടാവും ആൻസർ, പക്ഷേ ഈസി ക്വസ്റ്റ്യൻസ് നമുക്ക് ഷുവർ ആൻസർ ഉണ്ടാവും. അപ്പോൾ ഷുവർ ആൻസർ ക്ലിയർ ചെയ്തിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും ടഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ എക്സാമിൻ്റെ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ഫോർമുലാസും ഇക്വേഷൻസും ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യണം. അതിനാണ് ഞാൻ പറഞ്ഞത് എന്ത്, യു ഹാവ് ടു മേക്ക് നോട്ട്സ്. നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട്സ് ഉണ്ടാക്കണം എന്ന് ഞാൻ പറയാനുള്ള കാരണം. ഓക്കെ, ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും എക്കണോമിക്സിൻ്റെ സിലബസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ത്, യു ഹാവ് ടു സോൾവ് ദ ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. യു ഹാവ് ടു സോൾവ് ദ ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ എവിടെ നിന്നാണ് സോൾവ് ചെയ്യുക, നമ്മുടെ CUET ട്യൂട്ടോറിയം ടീം എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള CUET ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ്, ഫുൾ ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ CUET ട്യൂട്ടോറിയം ടീം തരുന്ന മോക്ക് ടെസ്റ്റും ഫുൾ ടെസ്റ്റും മാത്രം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ യു ക്യാൻ ഗെറ്റ് എ ഗുഡ് സ്കോർ. ഓക്കെ, അത് ഡെഫിനറ്റ്ലി യു ക്യാൻ ഗെറ്റ് എ ഗുഡ് സ്കോർ. ഇറ്റ് വിൽ ഇൻക്രീസ് യുവർ സ്പീഡ്, ഇറ്റ് വിൽ ഇൻക്രീസ് യുവർ ടൈം മാനേജ്മെൻറ്റ് കപ്പാസിറ്റി, ഇറ്റ് വിൽ ഇൻക്രീസ് യുവർ ക്യൂരിയോസിറ്റി, ഇറ്റ് വിൽ ഇൻക്രീസ് യുവർ സബ്ജക്ട് നോളജ്. എങ്ങനെ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ നിങ്ങൾ പഠിക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഇത്രയാണ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ടും പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ടും. നമുക്കിനി വേണ്ടത് ടൈം ടേബിളാണ്. യു നീഡ് എ പ്രോപ്പർ ടൈം ടേബിൾ ടു സ്റ്റഡി ആൻഡ് റിവൈസ് ദിസ് എൻറ്റയർ സിലബസ്. ഓക്കെ, അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിൽ അതും ഓൾറെഡി നമ്മളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യു ക്യാൻ യൂസ് ദാറ്റ് വെൽ ആൾസോ. ഓക്കെ, സോ വി ക്യാൻ see in the next class about the first introduction session of economics. Thank you.